ഹലോ എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നൊരു വൈറൽ ഹാക്കാണ് ട്രൈ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്കറിയാം പീൽ ഓഫ് മാസ്ക് ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളും ഇന്ന് ആ ഒരു പൊട്ടറ്റോ ഈ ഒരു ക്യാരറ്റ് വെച്ചിട്ടുള്ള പീൽ ഓഫ് മാസ്ക് ആണ് ട്രൈ ചെയ്യാൻ പോകുന്നത്. കുറേ പേര് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്തായാലും എപ്പോഴും വൈറൽ ഹാക്സ് ട്രൈ ചെയ്യുന്ന ആൾക്കാരായതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു പാക്ക് മിസ് ചെയ്യരുത്, പീൽ ഓഫ് മാസ്ക് മിസ് ചെയ്യരുതെന്ന് വിചാരിച്ചിട്ട് വേഗം തന്നെ നമുക്ക് പീൽ ഓഫ് മാസ്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് നിങ്ങളൊന്ന് ജസ്റ്റ് കണ്ടിട്ട് പോയോ. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു പീൽ ചെയ്തിട്ട് ഞാൻ ഇങ്ങനെയാണ് ഗ്രേറ്റ് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് പിഴിയാൻ പിന്നെ വേറെ മിക്സിയിലൊന്നും ആക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് നീര് നമുക്ക് കൈകൊണ്ട് പിഴിഞ്ഞാൽ തന്നെ കിട്ടും. അപ്പോൾ ഇതാണ് ഏറ്റവും സിമ്പിൾ മെത്തേഡ് കേട്ടോ. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ചെറിയ ചെറിയ പീസുകളായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുത്ത് അതിൻ്റെ ചാറ് എടുക്കണം. എങ്ങനെയായാലും കുഴപ്പമില്ല, നമുക്ക് ചാറ് കിട്ടിയാൽ മതി കേട്ടോ. അപ്പോൾ ക്യാരറ്റും അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങും ഒരേപോലെ നമ്മൾ എടുക്കുന്നുണ്ട്. ക്യാരറ്റിൽ നിങ്ങൾക്കറിയാം നമ്മുടെ സ്കിൻ ഗ്ലോ ചെയ്യാനും അതുപോലെ തന്നെ എന്താ പറയുക നമ്മുടെ പാടുകളൊക്കെ മാറ്റാനും ഒക്കെ നമുക്ക് ഹെൽപ്പ് ചെയ്യും ക്യാരറ്റ്. അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങും നമുക്ക് ഭയങ്കര നല്ലതാട്ടോ നമ്മുടെ ഫേസിന്. അപ്പോൾ ഈ ഒരു രണ്ട് മെയിൻ നല്ല ഇൻഗ്രീഡിയൻ്റ് ആണ് നമുക്ക്. ഇനി നിങ്ങൾക്ക് ജലാറ്റി നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ വേറൊരു ഓപ്ഷനും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ അതായാലും നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഇതെങ്ങനെയുണ്ട് റിസൾട്ട് ഞാൻ നോക്കട്ടെ, നോക്കിയിട്ട് നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. ക്യാരറ്റ് ഞാൻ ആക്കിയെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ സെയിം ആയിട്ട് ഞാൻ ഉരുളക്കിഴങ്ങും ആക്കിയിടുന്നുണ്ട് കേട്ടോ. നമുക്ക് വേറെ പാത്രത്തിലൊന്നും ആക്കേണ്ട ആവശ്യമില്ല. സെയിം ആയിട്ട് നമുക്ക് നീര് മാത്രമേ ആവശ്യമുള്ളൂ. അപ്പോൾ സെയിം പാത്രത്തിൽ തന്നെ ഞാൻ എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ജ്യൂസ് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ. ഈ കണ്ടോ വൈറ്റ് കളറിൽ നമുക്ക് ഈ ഒരു ഉരുളക്കിഴങ്ങിൻ്റെ സ്റ്റാർച്ചാണ് അടിഞ്ഞു കൂടിയിരിക്കുന്നത്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു ജലാറ്റിൻ എടുക്കുക. എന്നിട്ട് ഒരു അല്പം ഒരു അര സ്പൂണോ ഒക്കെ ആക്കിയിട്ട് നമുക്ക് ഒരു കട്ടിയുള്ള പാത്രത്തിലോട്ട് ഇത് മാറ്റി കൊടുക്കണം കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി കൊടുക്കണം. അപ്പോഴാണ് നമുക്ക് ആ ഒരു തിക്കായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയിൽ കിട്ടുള്ളൂ. അപ്പോൾ ഞാനൊരു അല്പം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു ബൗളിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഒട്ടും തന്നെ വെള്ളം ചേർത്തിട്ടില്ല കേട്ടോ നമ്മൾ. ഇനി നമ്മൾ ഒരു അല്പം ജലാറ്റിൻ ഇതിലോട്ട് മിക്സ് ചെയ്ത് കൊടുത്ത് ഒന്ന് ചൂടാക്കി എടുക്കും കേട്ടോ. അപ്പോൾ കുറച്ച് ജലാറ്റിൻ തന്നെ ഞാൻ ചേർക്കുന്നുള്ളൂ. ലേശം കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഫേസിൽ ഒന്നും തന്നെ ചെയ്തിട്ടില്ല കേട്ടോ. ഒരു മേക്കപ്പും ഇല്ല. ഫേസ് വാഷ് ചെയ്ത് ലിപ്സ്റ്റിക്ക് പോലും ഇട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ആ ഒരു മാസ്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. മാസ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതെ. അപ്പോൾ ഇനി ജലാറ്റിൻ, ഇപ്പോൾ ജലാറ്റിൻ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവണമെന്നില്ല. നിങ്ങൾക്ക് 5 രൂപയുടെ പീൽ ഓഫ് മാസ്ക് കിട്ടും. അപ്പോൾ ആ ഒരു പീൽ ഓഫ് മാസ്കിൽ എവർ യൂത്തിൻ്റെ ഒക്കെയാണെന്ന് തോന്നുന്നു പീൽ ഓഫ് മാസ്ക് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ അല്ലെങ്കിൽ ഏത് പീൽ ഓഫ് മാസ്ക് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിലും ക്യാരറ്റും അതും കൂടി വെച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. അങ്ങനെ ആയാലും എഫക്റ്റീവ് ആവുമെന്ന് എനിക്ക് തോന്നുന്നു. എന്താ വെച്ചാൽ ജലാറ്റിൻ എൻ്റെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്നില്ല. ഞാൻ പോയി ഈ ഒരു ഇതിന് വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ സ്പൂണിൻ്റെ ബാക്ക് വെച്ചിട്ട് തന്നെയാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ബ്രഷും കാര്യങ്ങളൊന്നും തന്നെ എടുക്കുന്നില്ല. നന്നായിട്ടും അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ മെയിനായിട്ട് നമ്മുടെ ഈ പുരികത്തിൻ്റെ ഭാഗത്ത് ഒന്നും അധികം അപ്ലൈ ചെയ്യാൻ പാടില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കാം കേട്ടോ. അത്യാവശ്യം അപ്ലൈ ചെയ്ത് കൊടുക്കാം. നെറ്റിയിലൊക്കെ കറക്റ്റായിട്ട് രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഈ ഒരു സൈഡിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇനി ഒരു 10-15 മിനിറ്റ് നേരം ഇത് ഉണങ്ങട്ടെ. അതിന് ശേഷം നമുക്ക് നോക്കാം. അപ്പം നന്നായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഇങ്ങനെ പറിച്ചെടുക്കാൻ നോക്കുന്നുണ്ട്. പക്ഷേ ശരിക്കും അങ്ങോട്ട് ഈ ഒരു നമ്മൾ സാധാരണ പീൽ ഓഫ് മാസ്ക് ഒക്കെ ചെയ്യുമ്പോൾ നന്നായിട്ട് ഇങ്ങനെ അടർന്ന് പോരാറുണ്ട്. പക്ഷെ അതുപോലെ അടർന്ന് പോരുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ എടുത്ത ജലാറ്റിൻ്റെ എമൗണ്ട് കുറച്ച് കുറഞ്ഞു പോയി. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ കുറച്ചും കൂടി അധികം തന്നെ ജലാറ്റിൻ ഇട്ട് കൊടുക്കുക കേട്ടോ. കുറച്ചും കൂടി ഒരു തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസിയിലാക്കി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി നന്നായിട്ട് ഇത് പോരും. അത്യാവശ്യം കുറേശ്ശെ പോകുന്നുണ്ടായിരുന്നു. ടൈം എടുത്ത് വേണം ഞാൻ കുറച്ചധികം ടൈം എടുത്ത് പതുക്കെ തന്നെയാണ് ഇങ്ങനെ ചെയ്തത്. അപ്പോൾ ഞാൻ പിന്നെ ക്യാമറ പെട്ടെന്ന് ഓഫായി പോവുകയും ചെയ്തു. അപ്പോൾ ജസ്റ്റ് നന്നായിട്ട് നിങ്ങൾ ഒന്ന് ജസ്റ്റ് കുറച്ചും കൂടി ജലാറ്റിൻ എമൗണ്ടിൽ എടുത്തിട്ട് കണ്ടോ. എനിക്ക് ഇപ്പോൾ ചെയ്യാൻ പറ്റിയിരുന്നു ആ സ്ഥലത്ത് തന്നെ. അപ്പോൾ നിങ്ങൾ ഇപ്പം തന്നെ നോക്കുമ്പോൾ തന്നെ കറക്റ്റ് ആയിട്ടുള്ള ഡിഫറൻസ് കാണാം. അതിനുശേഷം ഞാൻ ഫേസ് നന്നായിട്ട് അത്യാവശ്യം എനിക്ക് എടുക്കാൻ പറ്റുന്നിടത്തോളം ഞാൻ എടുത്തു. എന്നിട്ട് ഞാൻ ഫേസൊക്കെ വാഷ് ചെയ്തു കേട്ടോ. എന്നിട്ട് നമുക്ക് കാണാം. കറക്റ്റ് ആയിട്ട് ഇങ്ങനെ വലിച്ചെടുക്കാൻ സാധിച്ചില്ല കേട്ടോ. കുറച്ചൊക്കെ ഈ നോസിലത്തെയും ഈ ഒരു ഭാഗത്തൊക്കെ വലിച്ചെടുത്തു. എന്നിട്ട് ഞാനത് ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു തിക്കായിട്ട് കുറച്ചും കൂടി അപ്ലൈ ചെയ്യണം. എനിക്ക് എന്തോ ശരിയായില്ല. അല്ല ജലാറ്റിൻ്റെ ഇത് കുറവായതുകൊണ്ടാണോന്ന് അറിയില്ല. പക്ഷേ ഫേസ് വാഷ് ചെയ്തപ്പോൾ കണ്ടോ നല്ല റിസൾട്ട് ഉണ്ട്. നല്ല
ഷൈനിങ് ഉണ്ട്. നിങ്ങൾക്ക് ആദ്യത്തെ ഒരു ഇതും കണ്ടാൽ തന്നെ മനസ്സിലാവും, ഇപ്പോഴും കണ്ടാൽ തന്നെ മനസ്സിലാവും. നല്ല ഡിഫറൻസ് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ. എന്താണെന്ന് വെച്ചാലും ക്യാരറ്റും പൊട്ടറ്റോയും നമുക്ക് സ്കിന്നിന് വളരെ നല്ലതാണ്. ഈ ഒരു ജെലാറ്റിൻ ഇല്ലെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു സാധാരണ സിമ്പിൾ ആയിട്ടുള്ള ഈ ഒരു ക്യാരറ്റും ഇതും ഫേസ് പാക്ക് പോലെ അപ്ലൈ ചെയ്താലും എനിക്ക് തോന്നുന്നു നല്ല റിസൾട്ട് ഉണ്ടാവുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നത്. യൂസ്ഫുൾ ആയി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്